സ്കൂൾ കാലഘട്ടം ഒന്നും പറയണ്ടേ ദൈവമേ. ഈ അവിടെ ആദ്യമായിട്ടൊരു കണക്ക് സാറും പിന്നെ അതുപോലെ ഹിന്ദി ടീച്ചറുമായിരുന്നു അവരുടെ ഒന്നാം തരം പാരകള്. ഈ കണക്ക് സാർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ചാപ്റ്ററാ പഠിപ്പിക്കുന്നതെന്ന് പോലും അവർക്ക് അറിയത്തില്ല. ബിന്ദു, രേഖ, സർക്കിള്, വൃത്തമുണ്ടല്ലോ, അതെല്ലാം കൂടെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഞങ്ങളുടെ കൂട്ടുകാരികൾ ചോദിക്കും, ഈ ബിന്ദുവിനെയും രേഖേനെയും ഇതുവരെ കെട്ടിച്ചു വിടാനായിട്ടില്ലയോ, എന്തിനാണ് ഇപ്പോഴും ഈ കണക്ക് സാർ ഇതും വെച്ചോണ്ടിരിക്കുന്നതെന്ന്, എന്തിനാണ് ഇത് വെച്ചോണ്ടിരിക്കുന്നത് ബിന്ദുവിനെ രേഖേനെ? ഒരു കുത്തും വരച്ചിട്ട് ഒരു വരയും വരയ്ക്കും. ഇവരെ അങ്ങ് പറഞ്ഞു വിട്ടൂടെ, ആറ് വിടത്തില്ല. പിന്നെ ഒരു സർക്കിള്. ഈ സർക്കിള് വരയ്ക്കുന്നത് എന്തൊക്കെയാണ് ഈ ബോർഡ്സിനകത്തിരിക്കുന്ന, ഞാൻ പറയാനുള്ള കണക്ക് സാറിന് ആദ്യമേ പഠിപ്പിക്കേണ്ടത് കണക്കിന്റെ ചാപ്റ്റർ അല്ല, ആ ബോർഡ്സിനകത്തിരിക്കുന്ന ആ ഒരു സാധനങ്ങളുണ്ടല്ലോ, കണ്ടൻസോ ബോർഡ്സ്. ഈ കണ്ടൻസോ ബോർഡ്സിന്റെ ഏതൊക്കെയാണ് അതിന്റെ യൂസസ്, എന്തൊക്കെയാണ്, ഏതൊക്കെ സാധനങ്ങളാണ്. ഇപ്പൊ എൻ്റെ അടുത്ത് അന്ന് കൊച്ചു കുട്ടികളോട് അവരോട് ചോദിക്കും, നിന്റെ പൊട്രാക്ടർ എവിടാന്ന് ചോദിക്കും, നിന്റെ ഡിവൈഡർ എവിടാന്ന്. നമുക്കൊരു ഒന്നും അറിയത്തില്ല. എന്നാലും അതിലേതാണ് പൊട്രാക്ടർ, അതിലേതാണ് ഡിവൈഡർ, അതിലേതാണ് കോമ്പസ് ഒന്നും അറിയത്തില്ല. പൊട്രാക്ടർ വെച്ചാലും ഡിവൈഡർ വെച്ചാലും കോമ്പസ് വെച്ചാലും മൊത്തത്തിൽ അങ്ങ് ബോർഡ്സ് എടുത്ത് കൊടുക്കും. നീ അതിനകത്ത് ഏതാന്ന് വെച്ചാൽ അങ്ങ് എടുത്തോളാൻ പറയും. നമുക്കിതൊന്നും അറിയത്തില്ല. അത് പറഞ്ഞു കൊടുക്കേണ്ട മര്യാദ ഈ കണക്ക് സാറിന് ഇല്ലയോ? ഉണ്ടല്ലോ. സർക്കിൾ വരയ്ക്കാൻ പറയും. സർക്കിൾ വരയ്ക്കാനായിട്ട് എന്തോ ഉള്ളത്, ഒന്നുമില്ലെന്നേ. മണ്ട പോയ തെങ്ങിൻ്റെ കൂട്ടുള്ള 2-3 കുറ്റി പെൻസിലുകളുണ്ട്. ഇതുകൊണ്ടല്ലേ സർക്കിൾ വരയ്ക്കാൻ വെക്കുവോ? പിന്നെ അതുപോലെ തന്നെ ഫിഗർ പോയ 3-4 കഷ്ണം ഫിഗർലെസ് സ്കെയിലുകളുണ്ട്. ഈ സർക്കിൾ വരയ്ക്കാൻ തുടങ്ങുമ്പോൾ എന്തോത്തിനകത്താണ് വരയ്ക്കുന്നതെന്ന് പോലും നമുക്കറിയത്തില്ല. കോമ്പസ് എടുക്കാൻ പറയും, വേറെ ഏതാണ്ടൊക്കെ എടുക്കും. പിന്നെ ആരെങ്കിലും എന്തോ എടുക്കും നോക്കുമ്പോഴത്തേന് കുഴിയുള്ള ഏതാണ്ട് എടുത്ത് ഈ പെൻസിൽ അങ്ങോട്ട് കുത്തി കയറ്റും. പെൻസിൽ അങ്ങോട്ട് കുത്തി കയറാൻ ഒക്കത്തില്ല. പെൻസിൽ വെറും സ്കെൽറ്റാണ്. അതിന് 7-ാം മാസം കണ്ട പ്രസവിച്ചെന്ന് തോന്നുന്നു. അതിന് പ്രതിരോധ ശക്തി ഇല്ല, അതുപോലെ തന്നെ വേറെ ഒന്നുമില്ല, ആരോഗ്യമൊന്നുമില്ല. അതിനങ്ങോട്ട് കുത്തി കയറ്റി കഴിഞ്ഞതിന് ശേഷം അതങ്ങോട്ട് ഇരിക്കത്തില്ല. ഇരിക്കാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇച്ചിരി പേപ്പർ എടുത്ത് അതിനകത്തോട്ടൊന്ന് കുത്തി കയറ്റിയിട്ട് അതിനെ റെഡിയാക്കി അങ്ങ് എടുത്ത് ഒരൊറ്റ വരപ്പങ്ങ് വരയ്ക്കും. കിട്ടത്തില്ല, സർക്കിൾ കിട്ടത്തില്ല. മോഹൻലാൽ സർക്കിളാണ് കിട്ടിയത് എനിക്ക്. ആ സ്പോട്ടിൽ തന്നെ എനിക്ക് അടി വീണു. മൊന പോയി. എൻ്റെ അല്ല, പെൻസിലിൻ്റെ. പിന്നെ നമ്മൾ കുറിപ്പിക്കാൻ പോകണം. പിന്നെയും എന്തോ കുറിപ്പിക്കാൻ പോകണമെങ്കിൽ നമുക്ക് കട്ടറുണ്ടോ? ഇല്ല. എത്ര പേരോട് ഇരന്നിട്ടാണെന്നറിയാമോ ഒരു കട്ടർ മേടിക്കുന്നത്?